ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞോ? ഓവ് കഴിഞ്ഞു. എന്താടാ മക്കളെ? ഞങ്ങൾ അമ്മയോട് ഒരു കാര്യം പറയണമെന്ന് കുറച്ചു ദിവസമായി വിചാരിക്കുന്നു. എന്നതാടി ഗ്രേസി കൊച്ചേ? അത് ഞാനും ഗ്രേസിയും ജോലിക്ക് പോകുന്നതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓടിച്ചാടി നടന്ന് എല്ലാ ജോലികളും ചെയ്തതല്ലേ. ഇപ്പോഴെനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ മോനു ഒന്നും ചെയ്യാത്തത്. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. അമ്മയുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? അമ്മയെ വൃദ്ധസദനത്തിലാക്കാന്നാ ജോർജ് കുട്ടി പറയുന്നത്. അനാഥരെയല്ലേ വൃദ്ധസദനത്തിലാക്കുന്നത് എന്നാരാ പറഞ്ഞത്? അതൊക്കെ പണ്ടാ. ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാ നിന്റെ ചാച്ചൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഞാനും നിനക്ക് വേണ്ടിയാ ജീവിച്ചത്. ഒന്നിനും വയ്യാതായപ്പോ നിനക്കെന്നെ വേണ്ടതായോ മോനെ? കുട്ടികളുടെ കാര്യം നോക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാ ടോമിയെ ഹോസ്റ്റലിലാക്കിയത്. ഇനി കിട്ടൂനെങ്കിലും എനിക്ക് ശ്രദ്ധിക്കണ്ടേ? നിനക്ക് നിന്റെ മക്കളെപ്പോലെ തന്നെയാണടി എനിക്ക് എന്റെ മോനും. ഇവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റത്തില്ലടി. എനിക്ക് അമ്മയെ വേണ്ട. പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഈ കട്ടിലിൽ കിടന്ന ചാച്ചൻ മരിച്ചത് എനിക്കും ഈ കട്ടിലിൽ തന്നെ കിടന്ന് മരിക്കണം. ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനിയും ഈ കുരിശ് ചമക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒന്ന് പറഞ്ഞു കൊടുക്ക് ജോർജ് കുട്ടി. അമ്മേ, വൃദ്ധസദനത്തിൽ അമ്മ തനിച്ചായിരിക്കില്ല. അമ്മയെ പോലുള്ള ഒരുപാട് അമ്മമാർ അവിടെ ഉണ്ടാകും. അവിടെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ നല്ല ഡൊണേഷനും കൊടുത്തേക്കാം. അപ്പോ നിങ്ങളെല്ലാം തീരുമാനിച്ചോ? ഉവ്, തീരുമാനിച്ചു. നാളെ കാലത്ത് പോണം. ഞാൻ നിങ്ങൾക്കൊരു ഭാരമായി അല്ലേ? അതെ, അതുകൊണ്ടല്ലേ അമ്മയെ ഉപേക്ഷിക്കുന്നത്. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാ എടുത്തു വെച്ചോ. അതിരാവിലെ തന്നെ പോയേക്കാം. അമ്മാമ്മയുടെ മോനിങ്ങ് വാ. അവര് പറഞ്ഞതെല്ലാം മോൻ കേട്ടോ? കേട്ടു.
അവർക്ക് ഞാനൊരു ഭാരമായി എന്ന് കർത്താവ് വിളിക്കാത്തത് എന്റെ കുറ്റമാണോ? അമ്മാമ്മ പോവണ്ട, പോവാൻ ഞാൻ സമ്മതിക്കില്ല. കിട്ടു പറഞ്ഞാലൊന്നും അവര് കേൾക്കില്ല. അമ്മാമ്മ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ല. എനിക്ക് എപ്പോഴും അമ്മാമ്മയെ കാണണം. കണ്ടോ, കൊതി തീരുന്നത് വരെ കണ്ടോ. എന്നാ അമ്മാമ്മേന്റെ കൂടെ ഞാനും വരും. എന്റെ കൂടെ വന്നാ പിന്നെ നിന്റെ പപ്പയും മമ്മിയും കാണാൻ പറ്റില്ല. എനിക്ക് കാണണ്ട. അമ്മാമ്മേനെ വേണ്ടാത്ത പപ്പയും മമ്മിയും എനിക്കും വേണ്ട. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ കിട്ടു. മോൻ പോയി കിടന്നോ? ഇല്ല, ഞാനിന്ന് അമ്മാമ്മേന്റെ കൂടെയാ കിടക്കുന്നേ. എന്നാ വാ കിടന്നു. അമ്മാമ്മ മോനെ പാട്ട് പാടി ഉറക്കാം. പൊന്നു, ബെറ്റി, തക്കടു. എന്താ കിട്ടു? എന്ത് പറ്റി? നീ കരയാതെ കാര്യം പറയാടെ കിട്ടു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല തക്കടു. നീ കാര്യം എന്താന്ന് പറ. നീ ഇങ്ങനെ മനുഷ്യനെ വട്ടാക്കാതെ കാര്യം പറയുന്നുണ്ടോ? എന്റെ അമ്മാമ്മ പോയി, ഇനി വരില്ല. എവിടെ പോയി? പപ്പയും മമ്മിയും അമ്മാമ്മേനെ വൃദ്ധസദനത്തിൽ കൊണ്ടേയാക്കി. വൃദ്ധസദനോ? അതെന്താ കിട്ടു? വയസ്സായവരെ കൊണ്ടേയാക്കുന്ന സ്ഥലം. അതിന് നിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. പിന്നെ നിന്റെ അമ്മാമ്മേനെ എന്തിനാടാ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയത്? അമ്മാമ്മയെ അവര് ഉപേക്ഷിച്ചതാടാ. ഉപേക്ഷിക്കാൻ അമ്മ എന്താ പൂച്ചക്കുട്ടിയോ? എനിക്കെന്നെ അമ്മാമ്മയെ വേണം. അതിനെന്താ ഒരു മാർഗം? നീ ഒന്ന് കരയാതിരിക്കടാ കിട്ടു. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന്. എന്തു വഴി? നമുക്ക് ആദ്യം വൃദ്ധസദനം എവിടെയാന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനൊന്നുമില്ല. ടൗണിൽ ആകെ ഒരു വൃദ്ധസദനമേ ഉള്ളൂ. അത് ചർച്ചിന്റെ അടുത്താ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. പാടാ. എന്താ എന്താ? ഞങ്ങൾ എന്റെ അമ്മാമ്മയെ കാണാൻ വന്നതാ. അതെ, ഇവിടെ വിസിറ്റേഴ്സിന് ഒന്നും അനുവദിക്കില്ല, പ്രത്യേകിച്ച് കുട്ടികളെ. എന്ന് പറഞ്ഞ എങ്ങനെയാ ചേട്ടായി? കിട്ടു ഇതുവരെ അവന്റെ അമ്മാമ്മയെ പിരിഞ്ഞിരുന്നിട്ടില്ല. അമ്മാമ്മ കിട്ടുവിനെയും പിരിഞ്ഞിരുന്നിട്ടില്ല. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ പിള്ളേരെ കാര്യം? എന്നാ ചേട്ടായി ഒരു സഹായം ചെയ്യ്. ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇവനെ മാത്രം അകത്തേക്ക് വിട്. അതെ, അതൊന്നും നടക്കില്ല. എന്നാ ചേട്ടായി എന്ന് ഇവന്റെ അമ്മാമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അതൊന്നും നടക്കില്ല. എന്റെ അമ്മാമ്മയെ കാണാനാ ഞാൻ വന്നത്. കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. തള്ളരുതെന്നാ പറഞ്ഞത്. അപ്പോ നിന്നോടൊന്നും പറഞ്ഞ മനസ്സിലാവില്ലടാ വികൃതി പിള്ളേരെ. എന്താ കുട്ടികളെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാറേ, ഈ കുട്ടിയുടെ അമ്മാമ്മയെ കാണുന്നു പറഞ്ഞ് ഇവരിവിടെ കിടന്ന് ബഹളം വെക്കുകയാണ് സാറേ. നിങ്ങൾ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ആരെയും ബലമായി പിടിച്ചുകൊണ്ട് വന്നിട്ടില്ല. എനിക്ക് എന്റെ അമ്മയെ വേണം. ആ ചിന്ത നിന്റെ പാരന്റ്സിന് ഇല്ലാതെ പോയതിന് ഞങ്ങളാണോ കുറ്റക്കാര്? നീ ചെന്ന് അവരെ വിളിച്ചോണ്ട് വാ. അവര് പറഞ്ഞാൽ നിന്റെ അമ്മയെ വിട്ടേക്കാം. സാർ, അത് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. താൻ കേട്ട് പൊട്ടിക്കോ. ശരി സാർ. ഇതാർക്കാ തമ്പു പനമ്പട്ടകൾ കൊണ്ടുപോകുന്നത്? എന്റെ മുത്തച്ഛനാ. നിന്റെ മുത്തച്ഛന് ഉൾക്കാട്ടിൽ പോയി തിന്നാൻ പാടില്ലേ? എന്റെ മുത്തച്ഛന് വയസ്സായി കിട്ടു. പഴയതുപോലെ ഉൾക്കാട്ടിലേക്കൊന്നും പോവാൻ വയ്യ. കിടപ്പില, മുട്ടുംകാല് വേദനയാണെന്നാ പറഞ്ഞത്. മുത്തച്ഛന് വയസ്സായതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനോട് സ്നേഹമുണ്ടോ? വയസ്സായെന്ന് വിചാരിച്ച് സ്നേഹമില്ലാതിരിക്കുമോ? നീ എന്താ കിട്ടു അങ്ങനെ ചോദിച്ചത്? അല്ല, അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛന്റെ കാര്യം നോക്കാൻ സമയം കിട്ടില്ലല്ലോ, തിരക്കല്ലേ? അയ്യോ, മണ്ടത്തരം പറയല്ലേ കിട്ടു. എന്റെ അച്ഛനും അമ്മയ്ക്ക് മുത്തച്ഛനെന്ന് പറഞ്ഞ ജീവനാ. അവര് പറയുന്നതേ മുത്തച്ഛൻ ഇനിയും ഒരു 100 കൊല്ലം ജീവിക്കണമെന്നാ. എന്തൊരു കഷ്ടമായത്. നീ എന്തിനാ കിട്ടു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒന്നുമില്ല തമ്പു, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ ഞാൻ പോട്ടെ. ഹലോ കിട്ടു.
ചിമ്പ, നീ എവിടെ പോകുന്നതാ? നമ്മുടെ ആമവൈദ്യരെ ഒന്ന് കാണണം. അതെന്തിനാ? നിനക്ക് സുഖമില്ലേ? അയ്യോ, എനിക്കല്ല, എന്റെ അമ്മൂമ്മയ്ക്ക് ഭയങ്കര കാലുവേദന. അതീവ ആദത്തിൻ്റെതാണെന്നേ. അതിന് മരുന്ന് വാങ്ങാൻ പോവാ. നിനക്ക് അമ്മൂമ്മയെ വലിയ ഇഷ്ടാണോ? അതെ. അമ്മൂമ്മയോട് ഇഷ്ടം കൂടിയാ നിന്റെ പപ്പയും മമ്മിയും നിന്നെ വഴക്ക് പറയില്ലേ? വിവരക്കേട് പറയല്ലേ കിട്ടൂ. ഞാൻ അമ്മയോട് എന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചാലേ അവരെന്റെ മുട്ടുകാരെ തല്ലി ഒടിക്കും. ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും അങ്ങനെയാണോ? എങ്ങനെയാണോന്നു? അവർക്കെല്ലാം വയസ്സായവരോട് ഇഷ്ടമുണ്ടോ? നീ എന്താ കിട്ടും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പ്രായമായവരെ നമ്മൾ ബഹുമാനിക്കണം, അത് നിർബന്ധമാണ്. അവരെ പൊന്നുപോലെ നോക്കണം, അത് നമ്മുടെ കടമയാണ്, കർമ്മമാണോ. നാടിനേക്കാൾ നല്ലത് കാട് തന്നെയാ. എന്താ എന്താ? ഞാനൊരു സങ്കടം പറഞ്ഞതാ, പോട്ടെ. ഇവന് കാര്യമായ എന്തോ തകരാറുണ്ട്. കിട്ടുവിന്റെ അമ്മാമ്മ ഒരു പാവായിരുന്നു. അമ്മാമ്മയ്ക്ക് എന്ത് വിഷമായി കാണുമല്ലേ? നിന്റെ പപ്പയും മാമയും ഉണ്ണീഷ വെറുതെ വിടില്ല. കണ്ടോ? നീ എന്താ കിട്ടു ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിങ്ങൾ കണ്ടോ, എന്റെ പപ്പയ്ക്കും മമ്മിക്കും വയസ്സാവുമ്പോ ഞാനും അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടേയാക്കും. നമ്മൾ ബൈബിൾ വായിക്കാറില്ലേ? അതിലൊക്കെ വയസ്സായവർക്ക് എന്ത് വിലയാ. അത് ശരിയാ, അവർക്കെതിരെ ഒരു വാക്കുപോലും മക്കൾ പറയില്ല. ഉണ്ണീഷു എല്ലാം കാണുന്നുണ്ട്, എന്റെ സങ്കടവും കാണുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. എന്താ കൂട്ടുകാരെല്ലാവരും വലിയ വിഷമത്തിലാണല്ലോ. പാവം കിട്ടുവിന്റെ കാര്യം മിഖായലിന് അറിയില്ലേ? എന്ത് കിട്ടുവിന് എന്ത് പറ്റി? അല്ലെങ്കിൽ മിഖായലിന് എല്ലാം തമാശയാ. ലോകത്തുള്ള മനുഷ്യരെല്ലാം ദൈവത്തെ പോലും മറന്ന് ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഓടുകയല്ലേ. ഓടി ഓടി എവിടെയാ ചെന്നെത്തുന്നത്? മരണത്തിൽ. അന്നേരം 6 അടി മണ്ണ് മാത്രമാണ് ആവശ്യമായി വരുന്നത്. ആത്മാവ് ഉണ്ണീശോയുടെ അടുത്ത് ചെന്ന് നിൽക്കും. ദൈവം അവരുടെ അക്കൗണ്ട് നോക്കും. 0 ബാലൻസ് ആയിരിക്കും. പിന്നെ കത്തുന്ന ഗന്ധക പൊയ്കയിൽ കിടന്ന് നിലവിളിക്കാം. എന്തായാലും ഉണ്ണീശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇവിടെയുണ്ട്. അതാണ് ഈ ലോകം നിലനിൽക്കുന്നത്. കിട്ടുവിന്റെ കാര്യത്തില് മിഖായലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഞാൻ കാവൽ മാലാഖിയല്ലേ. അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. ഒരു തീരുമാനമെടുക്കേണ്ടത് അവരാണ്. മതി, മിഖായൽ നേർവഴി കാണിച്ചു കൊടുത്താ മതി. അവർ നല്ലൊരു തീരുമാനമെടുത്താൽ അമ്മാമ്മ രക്ഷപ്പെട്ടില്ലേ? അത് ഞാൻ ഏറ്റു. നിങ്ങൾ ഉണ്ണീശോയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ശരി മിഖായൽ. എന്റെ ഉണ്ണീശോയെ, പപ്പയ്ക്കും അമ്മയ്ക്കും നല്ല ബുദ്ധി കൊടുക്കണേ. നല്ലൊരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയണേ. ആമേൻ. കിട്ടു, ഇവൻ അവിടെ എന്തെടുക്കാണ്? എടാ കിട്ടു, ഈ ചെക്കനിത് എവിടെ പോയി? കിട്ടു കിട്ടു. എന്താ? എന്തു പറ്റി? നമ്മുടെ കിട്ടുവിനെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അതെ, ഞാൻ അവന്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെ എങ്ങും ചെന്നിട്ടില്ല. പിന്നെ അവൻ എവിടെ പോവാനാ? അതെന്നോടാണോ ചോദിക്കുന്നത്? ഓ, നീ പേടിക്കാതിരിക്കേ. വാ, നമുക്ക് അന്വേഷിക്കാം. കിട്ടു മോനെ, നീ എവിടെയാ? എനിക്ക് എന്റെ മോനെ വേണം. അവനെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവും ഇനി ബാക്കിയില്ല. എന്റെ മോൻ എന്തെങ്കിലും ആപത്ത് പറ്റി കാണുവോ? ഓ ഇല്ലെന്നേ, അവനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നീ സമാധാനിക്കേ. പിന്നെ അവൻ എന്തിനാ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത്? ഒരു നിമിഷം പോലും എനിക്ക് എന്റെ കിട്ടുവിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. നമ്മുടെ സങ്കടം ദൈവം കാണുന്നുണ്ട്. ദൈവം നമ്മുടെ കിട്ടുവിനെ നമുക്ക് തിരിച്ചു തരും. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നിങ്ങളുടെ സങ്കടവും ദൈവം കാണുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കരുണ എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും?
അതെന്താ ദൈവത്തിന്റെ കരുണ ലഭിക്കാത്തത്? നിന്റെ അമ്മയോട് നീ കരുണ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മകനെ കാണാതായപ്പോൾ നിങ്ങൾ തകർന്നുപോയി. അങ്ങനെയെങ്കിൽ നിങ്ങളെ കാണാതെ നിങ്ങളുടെ അമ്മ എത്രത്തോളം തകർന്നിട്ടുണ്ടാവും? ഞങ്ങൾ എന്താ മിഖായേൽ ചെയ്യേണ്ടത്? കിട്ടുവിനെ നിങ്ങൾ കാണാൻ തുടങ്ങിയതിന്റെ എത്രയോ ഇരട്ടി വർഷങ്ങളായി ആ അമ്മ മകനെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും എത്ര ഇരട്ടി വേദന ആ അമ്മ അനുഭവിക്കുന്നുണ്ടാവും. ഞങ്ങളിതാ അങ്ങേക്ക് വാക്ക് തരുന്നു, ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ തിരുത്തും. നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ ദൈവം നിങ്ങളോടും കരുണ കാണിക്കും. നിങ്ങൾക്ക് സമാധാനം. മമ്മി, മോനെ, അമ്മാമ്മേ. അമ്മമ്മയുടെ കിട്ടും മോനെ. അമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഞങ്ങൾ അമ്മച്ചിയെ വേദനിപ്പിക്കില്ല. വരൂ അമ്മച്ചി. കൂട്ടുകാർക്ക് സന്തോഷമായോ? സന്തോഷമായി മിഖായേൽ. എന്റെ കൂട്ടുകാരെ, നിങ്ങൾ വളരുന്നതിനൊപ്പം നിങ്ങളിലെ നന്മയും വളരട്ടെ. നന്മകളാൽ ഈ ലോകം പ്രകാശിതമാകട്ടെ.